കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക് ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോ മിഷിൻ്റെ സീസൺ 1 എപ്പിസോഡ് 3 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, ഇതിൻ്റെ അകത്തുള്ള പേര് കംപ്ലീറ്റ്ലി ചൈനീസ് രീതിയിലായതുകൊണ്ട് തന്നെ അത് ഉച്ചരിക്കുന്നത് ചെറിയ പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റേതായ രീതിയിൽ ചെറുതായിട്ട് മോഡിഫൈ ചെയ്തുകൊണ്ടായിരിക്കും ഓരോരുത്തരുടെ പേരും ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ അധികമൊന്നും പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നാനോ മിഷന്റെ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ നാനോ മിഷൻ പറയുകയും ചെയ്യും, ഡാഗർ ടെക്നിക്കിന് പരമായ രീതിയിലേക്ക് മസിൽസും ഫൈബേഴ്സും ടെൻഡോൺസും എല്ലാം മാറ്റിയിട്ടുണ്ട്. അനസ്തേഷ്യ ലിഫ്റ്റ് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ ഇയോണോട്ടെ അവൻ്റെ കണ്ണ് തുറന്ന് അവൻ ഞെട്ടി എണീറ്റിട്ടുണ്ട്. കോപ്പ്, ഇനി അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല മാസ്റ്റർ, ഞാൻ ഓൾറെഡി തങ്ങളെ വാൺ ചെയ്തതായിരുന്നു. അല്ല, ഞാനെങ്ങനെ ഇവിടെ കിടന്നത്? ഗാഡ് ജാങ് അങ്ങനെ ഇവിടേക്ക് വന്നിരുന്നു പറഞ്ഞിട്ട് അവൻ നേരെ താഴെ കിടന്ന് ആ ഒരു കത്തി എടുക്കുകയും ചെയ്യും. ഇനി എന്തായാലും ഞാൻ ഈ ഡാഗർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നിടത്ത് എനിക്ക് വേദനിക്കത്തില്ലല്ലോ. അതേ മാസ്റ്റർ, താങ്കളുടെ മസിൽ ഫൈബേഴ്സും ടെൻഡോൺസും എല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം 20 വർഷമായി ട്രെയിൻ ചെയ്ത ഒരാളുടെ പരമായിട്ടുണ്ട്. സോ താങ്കൾക്ക് അത് യൂസ് ചെയ്യാമെന്ന് പറയുന്നിടത്ത് അവനുടെ കംപ്ലീറ്റ്ലി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെക്നിക്ക് അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നിലധികം ടെക്നിക്സ് അവൻ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം തന്നെ അവൻ നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മോർ ആക്യുറേറ്റ് ആയിട്ടും മോർ പവർഫുൾ ആയിട്ടും അവന് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാറ്റിനെ തന്നെ രണ്ടായിട്ട് മുറിച്ച് കളയുന്ന ആ ഒരു ഫീലിംഗ് അവന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ചുരുക്ക സമയം കൊണ്ട് തന്നെ ആദ്യത്തെ ഫോം അവൻ കംപ്ലീറ്റ്ലി തീർത്തിട്ടുണ്ട്. ഇനി എന്തായാലും സെക്കൻഡ് സീരീസിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കാലെടുത്ത് വെച്ച സെക്കൻഡ് തന്നെ അവിടെ മുഴുവനായിട്ട് ഒന്ന് കുലുങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവനൊന്ന് ഞെട്ടി, അല്ല കോപ്പ്, ഇത് പ്രശ്നമായല്ലോ. ഞാൻ ഒരു തരത്തിലെ ഇന്റേണൽ ടെക്നിക്ക് യൂസ് ചെയ്ത ഇത്രയും വലിയ ഫുട് പ്രിന്റ് എനിക്ക് ഇവിടെ കൊടുക്കാൻ സാധിച്ചു. എന്നാലും കുഴപ്പമില്ല, എക്സ്റ്റേണൽ ടെക്നിക്കെങ്കിലും എനിക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. അതേപോലെ ഗാഡ് ജാങ് ഇത് കാണാത്തായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ സമയത്താണ് അവൻ പെട്ടെന്ന് പറയുന്നത്, യങ് മാസ്റ്റർ, ഞാൻ താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടേക്ക് കൊണ്ടുവന്നോ? അയ്യോ, ഇത് പ്രശ്നമാവില്ല. യങ് മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് അവൻ നേരെ അകത്തേക്ക് കയറുന്നുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡ് പെട്ടെന്ന് അവിടെ ഉണ്ടാകുന്ന മേശ വലിച്ചിട്ട് പറയും ചെയ്യും, വേഗം കൊണ്ടോ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അല്ല, താങ്കൾ നോർമലി ജനലിൻ്റെ സൈഡിൽ നിന്നല്ല കഴിക്കുന്നത്? അത് ഞാൻ നേരെ വീട്ടിൽ നിന്ന് പോകുമല്ലേ, ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റാൻ ഓർത്ത് ഗാഡ് ജാങ് അത് കാണാതിരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് നോക്കാൻ നേരത്ത് അവൻ്റെ ഫേവറേറ്റ് ഉള്ള എല്ലാ ഡിഷസുമാണ് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുള്ളത്. ജാങ്, താങ്കൾക്ക് തന്നെ ശരിക്കും നന്നായിട്ട് തന്നെ അറിയാം, ഞാൻ ഇന്ന് അക്കാഡമിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് മീൽ എൽഡർ ജാങ് എനിക്ക് തരുന്നത്. മാസ്റ്റർ, താങ്കളുടെ ശരീരത്തിൽ സഡനായുള്ള ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെലവറി ഗ്ലാൻഡിൽ നിന്ന് നന്നായിട്ട് സ്റ്റിമുലേഷൻ വരുന്നുണ്ട്. പിന്നെ താങ്കളുടെ ഫുഡിന് വേണ്ടിയുള്ള ആസിഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താങ്കളുടെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒന്നും മിണ്ടാതിരി, നീ പറഞ്ഞൊരു കുന്തവും എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് ഞാൻ നൈസി മ്യൂട്ട് ആക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ വാരി വലിച്ച് ആ ഫുഡെല്ലാം കഴിക്കുവാണ്. യങ് മാസ്റ്റർ, താങ്കൾ പതുക്കെ കഴിച്ചാൽ മതി, അതാരും കൊണ്ടുപോകത്തില്ല. അതെനിക്കറിയാം ജാങ്, റിയലി താങ്ക്സ്. നീ ശരിക്കും യങ് മാസ്റ്റർ, താങ്കൾ എന്തിനാണ് എൻ്റെ ടെക്നിക്ക് താങ്കൾ എങ്ങനെയാണ് എൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്തത്? പെട്ടെന്നായിരുന്നു അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയത്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? അവനട്ടെ ആ മേശ എടുത്ത് മാറ്റിയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു കാൽപ്പാട്. ഈ ഒരു ടെക്നിക്ക് സെക്കൻഡ് സീക്വൻസിൻ്റെ ആദ്യത്തെ ഫോമാണ്, പക്ഷേ നേരത്തെ ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടെ ഡീപ്പറായിട്ടാണ്. ഇതെങ്ങാനും എനിക്ക് തെറ്റിയതൊന്നും അല്ലല്ലോ. ഈ സമയത്ത് തന്നെ ഇവനാട്ടെ അവൻ്റെ തല കുനിച്ചവിടെ നിൽക്കുവാണ്. കാര്യം, ഈ മുറിമിൽ തന്നെ ഒരാളുടെ ടെക്നിക്ക് സ്റ്റീൽ ചെയ്യുന്നത് ഏറ്റവും ഫോർബിഡൻ ആയുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാനെൻ്റെ പൈസ കാരണം ഞാൻ കംപ്ലീറ്റ്ലി ബ്ലൈൻഡായിപ്പോയി. ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് ഇവിടെ ചെയ്തത്. താങ്കൾ എന്നോട് യങ് മാസ്റ്റർ, അത് വളരെ നന്നായിട്ട് തന്നെയുണ്ട്. അല്ല, താങ്കൾ എങ്ങനെയാണ് എൻ്റെ സീക്രട്ടുള്ള ടെക്നിക്ക് ഇത്ര പെട്ടെന്ന് തന്നെ പഠിച്ചത്? സത്യം പറഞ്ഞാൽ ഈ 6 സെക്സ് താങ്കളുടെ മേലിൽ കണ്ണ് വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ താങ്കളെ നേരത്തെ പഠിപ്പിച്ചു തന്നെന്നാം. ജാങ്, ഇതെന്താണ്? ഇത് സത്യം പറഞ്ഞാൽ കുറച്ചധികം കൾട്ടിവേഷൻ ടെക്നിക്കാണ്. ഇത് ഡാഗർ ടെക്നിക്കിന് എനിക്ക് നന്നായിട്ട് തന്നെ ഉപകാരപ്പെടും. താങ്കൾക്ക് ആകെപ്പാട് എനിക്ക് ബ്രീത്തിങ് ടെക്നിക്സ് മാത്രമേ പറഞ്ഞു തരാനായിട്ട് സാധിച്ചുള്ളൂ. പക്ഷേ അതാട്ടെ അക്കാഡമിക്ക് കയറി കഴിഞ്ഞാൽ എന്നെക്കിട്ട് നന്നുള്ള പല ടെക്നിക്സും താങ്കൾക്ക് കിട്ടുന്നതായിരിക്കും. സോ തൽക്കാലം ഇതെന്തായാലും ഞാൻ താങ്കൾക്ക് തരാനായിട്ട് തീരുമാനിച്ചെന്ന് പറഞ്ഞ് അവനത് മേടിക്കാൻ നിർത്ത് അവൻ്റെ കണ്ണുനീരി അവിടെ വിടുന്നു. നമ്മുടെ യൂണാട്ടെ നന്നായിട്ട് തന്നെ കരയാൻ തുടങ്ങിയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവനോടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്കാണ്. നമ്മുടെ യൂവിൻ്റെ അമ്മ മരിച്ച ആ ഒരു ദിവസം. ജാങ്, ഞാൻ ഒരു വാക്ക് തരുവാണ്, ഞാൻ ഇനി ഒരിക്കലും കരയത്തില്ലെന്നാണ് അവനോടെ പറയുന്നത്. 5 വർഷം കഴിഞ്ഞിരിക്കുന്നു ലേഡി ഹാ മരിച്ചിട്ട്. യങ് മാസ്റ്റർ എന്തായാലും കുറച്ചധികം കഷ്ടപ്പാടിലൂടെയാണ് ഈ സമയത്ത് കടന്നുപോയത്. പക്ഷേ അതേപോലെ തന്നെ അവനിപ്പോഴും ഒരു കുട്ടി തന്നെയാണ്, മാതാപിതാക്കളുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു കുട്ടി.
പക്ഷേ താങ്കൾ അക്കാഡമിയിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്കൊരിക്കലും താങ്കളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ തൽക്കാലം ആ കണ്ണുനീര് തുടച്ചിട്ട് ഇനി സ്ട്രോങ്ങർ ആകാൻ താങ്കൾ നോക്കേണ്ടതാണ്. ഈ സമയത്ത് തന്നെ അവൻ കരഞ്ഞുകൊണ്ട് താങ്ക്സ് പറഞ്ഞിട്ട് അവിടുന്ന് പോകുവാണ്. അവനാട്ടെ അവൻ്റെ കണ്ണീരിലൊക്കെ തുടച്ചിട്ട് പറയും ചെയ്യും, ശരിയാണ്, ഇനി ഹെസിറ്റേറ്റ് ചെയ്യാനും പാടില്ല, ഇനി പേടിക്കാനും പാടില്ല. എൻ്റെ അമ്മ ഓൾറെഡി പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് തിരിച്ചു വരാനായിട്ട് ഒരു വീടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു വലിയൊരു സ്ഥലമാണ്. അവിടെ ഒത്തിരിയധികം പേരെയൊക്കെ ഗ്യാദർ ചെയ്തിരുന്നു. അല്ല, നീ ഒരു പറഞ്ഞത് കേട്ടോ, എല്ലാ ഡിമോണിക് കട്ടിലെ സെക്ട്സും ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തവണ കുറേ പേരുണ്ടല്ലേ? ശരിയാണ്, 1000 കണക്കിന് പേരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ശരിക്കും നെർവസ് ആണ്. ഇത്തവണ നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ? ആ കാര്യത്തിൽ ശരിക്കും ഡൗട്ടാണ്. കാര്യം ഇത്തവണ മൈനർ പ്രീസ്റ്റ്ഹുഡും എല്ലാവരും ഉണ്ട്. സോ ഒരു ടൂർണമെന്റും ഇത്തവണ നടക്കുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ഒരു തീരുമാനം നേരത്തെ തന്നെ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞപ്പോഴാണ് ഒരുത്തന്നെ അവിടേക്ക് നടന്നു വരുന്നത്. അവൻ പെട്ടെന്ന് വന്നു നിന്നിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് നോക്കുകയും ചെയ്യും. ഈ വർഷം എനിക്ക് ഒരുത്തനെ പോലും ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള എന്നെ കാണാൻ സാധിക്കുന്നില്ല, എല്ലാം വിഡ്ഢികൾ തന്നെയാണ്. നിനക്കൊന്നും ഒരു ഐഡിയ പോലും ഇല്ലല്ലേ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്? അത് മറ്റാരുമല്ലായിരുന്നു, ലോർഡ് ഓഫ് ദി ഫ്ലെയിം ഹ്വാം ലീ, റൈറ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ് ഓഫ് ദി പെട്രീച്ച്. അതായത് പെട്രീച്ചിന്റെ റൈറ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡാണ് പുള്ളിക്കാരൻ. ഗൈസ്, ഇവരുടെ പേരൊക്കെ പറയുന്നത് കുറച്ച് പാടാണ്. സോ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഒടിച്ച് വളച്ചുമായിരിക്കും ഇവരുടെ പേരൊക്കെ പറയുന്നത്. സോ തൽക്കാലം ഇവനെ ഹോം എന്ന് വിളിക്കാം നമുക്ക്. അവൻ്റെ മുടി നോക്കി, അത് റെഡ് കളറല്ലേ? അതിനർത്ഥം അവൻ റൈറ്റ് ഹാൻഡിൽ റോയൽ ഗാർഡ് അല്ലേ? അത് തന്നെ, ഞാൻ കേട്ടിട്ടുണ്ട് അവൻ ഏകദേശം ഈ കൾട്ടിയിൽ തന്നെ ടോപ്പ് 10 മോസ്റ്റ് പവർഫുൾ വാരിയർ ആണെന്ന്. ടോപ്പ് 10 ടോപ്പ് 5 ആടാ. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, കുഴപ്പമില്ല, ഫ്രണ്ടിൽ നിൽക്കുന്ന കുറച്ചധികം പേരെങ്കിലും പ്രോമിസിംഗ് ആയിട്ടുണ്ട്. അവരെന്തായാലും 6 സെക്ടറിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവർ 6 പേരെ കാണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആദ്യത് മിയോമായിരുന്നു, അവൻ ഷാഡോ സെക്ടറിൽ നിന്നായിരുന്നു. രണ്ടാമത്തത് നമ്മുടെ ഗിയോമായിരുന്നു, അവൻ സോഡ് സെക്ടറിൽ നിന്നായിരുന്നു. മൂന്നാമത്തത് നമ്മുടെ മുഗിയമായിരുന്നു, അവൻ സ്റ്റെൽത്ത് സെക്ടറിൽ നിന്നായിരുന്നു. നാലാമത്തെന്ന് പറഞ്ഞത് ജോങ്സിയോ ആയിരുന്നു, അവൻ പോയിസൺ സെക്ടറിൽ നിന്നായിരുന്നു. അഞ്ചാമത്തത് യൂച്ചാൻ ആയിരുന്നു, അവൻ സേബർ സെക്ടറിൽ നിന്നായിരുന്നു. ആൻഡ് ആറാമത്തത് ഒരു പെണ്ണായിരുന്നു, വോൺട്രിയോ, അവളുടെ മ്യൂസിഷ്യൻ സെക്ടറിൽ നിന്നായിരുന്നു. സോ ഇവൾ മാത്രമാണ് മൈനർ പ്രീസ്റ്റ്ഹുഡ് ടൂർണമെന്റിലെ ആകെപ്പാടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ, ആ കാൻഡിഡേറ്റ് 7. അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ യുവിനാണ് കാണിക്കുന്നത്. നീ എന്താണ് ഈ പറഞ്ഞത്? എന്റെ ബാഡ് നമ്പർ കാണുന്നില്ലെന്നോ? അതെ, അൺഫോർച്ചുനേറ്റ്ലി നമ്പർ 7 എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ അത് കിട്ടുന്നവരെ താങ്കൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. കോപ്പ്, ഇത് ബാക്കിയുള്ള സെറ്റ്സ് നടത്തിയ ഒരു ഡെയറി ട്രിക്കാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എനിക്ക് മനസ്സിലായി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അവർക്ക് എന്തായാലും എൻ്റെ കൂടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ അവരുടെ ഫ്രണ്ടിൽ ഒരു ലോലി ലൈഫാണല്ലോ. പക്ഷേ ഇവിടെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം അവർ എന്നെ എപ്പോഴും കൊല്ലാനാണ് നോക്കുന്നത്. ഞാൻ ബേസിക്കലി സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. പക്ഷേ എന്തൊക്കെ വില കൊടുത്താലും കൊള്ളാം, ഞാനിവിടെ സർവൈവ് ചെയ്തിരിക്കും. ആൻഡ് ഇവിടുത്തെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഉള്ള വാരിയർ ആയിരിക്കും. അങ്ങനെ അതിനുശേഷം കാണുന്നത് അവനാട്ടെ ആ കൂട്ടത്തിൽ നിൽക്കുന്നതാണ്. കോപ്പ്, ഇവിടെ ഇത്രയധികം പേരുണ്ടോ? ഫ്രണ്ടിൽ നിൽക്കുന്നത് നിയർലി ഇമ്പോസിബിൾ ആണ്. എടാ, നീ ബാക്കിൽ നിൽക്കുന്നതിനെ കണ്ടോ? നിനക്കറിയാം, ആ നമ്പർ 7 പ്രൈസ് ഡ്യൂട്ടിലുള്ള, പക്ഷെ പുറകിലാണ് വന്ന് നിൽക്കുന്നത്. ഇതെല്ലാം നമ്മുടെ യുവിന് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മരെന്താണ് വിചാരിച്ചത്? എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലെന്നോ? എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ ഇരിക്കുവാണല്ലേ ഏറ്റവും പുറകിൽ ഒറ്റയ്ക്ക്. ഒരു ഇല്ലിജിമേറ്റ് ആയുള്ള ചൈൽഡ് ഏറ്റവും പുറകിൽ ഒറ്റയ്ക്ക് എന്നുകൊണ്ട് ബാക്കിയുള്ള ശ്രദ്ധ പിടിച്ചെടുക്കുന്നു. എനിക്കെന്തായാലും അത് ഇഷ്ടപ്പെട്ടു. പെട്ടെന്നായിരുന്നു ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. ആ ടൈമിൽ തന്നെ അവിടെ എല്ലാവരും പെട്ടെന്ന് പറയുന്നുണ്ട്, ദേ അദ്ദേഹം വരുന്നു, എടാ മിണ്ടാതിരടാ, അത് ഹോൾനെസ് ആണെന്ന് പറയുന്നിടത്ത് 3 പേരായിട്ട് ആ സ്റ്റേജിലേക്ക് കടന്നു വരുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നിടത്ത് അവരായിട്ട് പതുക്കെ മുന്നിലേക്ക് വന്നു. അതിൽ തന്നെ ഒരാളാട്ടെ നേരെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കസയിലേക്ക് ഇരിക്കാൻ പോകുന്നിടത്ത് പെട്ടെന്നായിരുന്നു അന്നിനെ തൊഴുത്തനായിട്ട് നമ്മുടെ ഹോമിന്റെ മേളിൽ ചെന്ന് തട്ടുന്നത്. നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് മര്യാദക്ക് വന്നൂടെ? എന്താടാ ചുമലത്തലയാ, നിനക്ക് എന്റെ നേരെ ചൊറിഞ്ഞു തരണോ? അവനായിരുന്നു മാൻ ബ്ലേഡ് എന്നറിയപ്പെടുന്ന സിയു പാങ്മാങ്. അവനൊരു ലെഫ്റ്റ് ഹാൻഡുള്ള റോയൽ ഗാർഡാണ് നമ്മുടെ പെട്രിയാച്ചിൻ്റെത്. ഈ സമയത്ത് പെട്ടെന്നായിരുന്നു ഒരുത്തൻ നോക്കി അവരെ രണ്ടുപേരെയും പേടിപ്പിക്കുന്നത്. ശബ്ദിച്ചു പോകരുത്. അവൻ മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ലോർഡ് ഓഫ് ദി ഡാർക്ക്നെസ് അല്ല, റിഗിയോ മായിരുന്നു. പുള്ളിക്കാരനായിരുന്നു പെട്രിയാച്ചിന്റെ റോയൽ ബോഡി ഗാർഡിന്റെ ഹെഡ് തന്നെ. ഈ സമയത്ത് നമ്മുടെ പെട്രിയാച്ചട്ടെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരന് എലൈറ്റ് മാർഷൽ ആർട്സിലെ മാസ്റ്ററുള്ള പെട്രിയാച്ച് യു ചോങ് ചിയോൺ. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ചുറ്റിന് ഒരു പ്രഷർ അനുഭവപ്പെട്ടു. ഇതേ സമയം ബാക്കിയുള്ളവർ പറയും ചെയ്യും, അദ്ദേഹം ഒന്ന് ഇരുന്നപ്പോൾ തന്നെ ആ ഒരു പ്രസൻസ് കണ്ടോ? സോ അതാണല്ലേ എൻ്റെ അച്ഛൻ. ശബ്ദിക്കരുത്. പെട്ടെന്നായിരുന്നു അവിടെ കംപ്ലീറ്റ്ലി സൈലൻസ് ആയിട്ട് മാറിയത്. ഹോൾനെസ്, താങ്കൾ റെഡിയാണെങ്കിൽ താങ്കൾക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ നേരെ പതുക്കെ മുന്നിലേക്ക് നടന്നു വന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമാണ് നമ്മുടെ ക്ലാനിനെ ഇനി ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനുള്ളത്. സോ ഞാൻ എല്ലാവരും ഈ ഒരു അക്കാഡമിയിലേക്ക് വെൽക്കം ചെയ്യുകയാണെന്ന് വളരെ പതുക്കെയാണ് സംസാരിച്ചെങ്കിൽ കൂടിയും അതായത് ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെ തലയിലേക്ക് മുഴങ്ങി കേൾക്കുമായിരുന്നു. ഈവൻ യുവന്മാരെ പറയും ചെയ്യും, ഏറ്റവും പുറകിലാണ് ഞാൻ നിൽക്കുന്നത്,
എന്നിട്ട് പോലും എൻ്റെ കാതിൽ അതിശക്തമായാണ് അവൻ്റെ വാക്കുകൾ വന്ന് വീഴുന്നത്. ഈ ഒരു അക്കാഡമിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ സ്കിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും മുന്നിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൾട്ടിനെ നിങ്ങൾ മുന്നിലേക്ക് നയിക്കണമെന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഉച്ചത്തിൽ കിടന്ന് അലറാൻ തുടങ്ങി നമ്മുടെ ഹോൾനെസ്സിന് വേണ്ടി. ആ ടൈമിൽ പുള്ളിക്കാരൻ അതൊന്നും ശ്രദ്ധിക്കാതെ തിരിഞ്ഞു പോകുന്ന വഴിയാണ് പെട്ടെന്ന് നമ്മുടെ യുവിന്റെ ഫ്രണ്ടിലേക്ക് ആ ഒരു കണ്ണ് വെക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ചൊന്നും ചെയ്ത് അവനോട്ടെ തിരിഞ്ഞ് പോവുകയും ചെയ്യും. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഇത്രയധികം കോൾഡാണ്. അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ വേറൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാര്യം എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും അദ്ദേഹം അവിടേക്ക് വന്നിട്ടുമില്ല. സോ ഹിസ് ഹോൾനെസ്സിൻ്റെ സ്പീച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് ബിസിനസ്സിലേക്ക് തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവരായിട്ട് പരസ്പരം സംസാരിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഇത് കേട്ട് നന്നായിട്ട് ദേഷ്യം വന്ന അവനായിട്ട് പറയും ചെയ്യും, നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടാണ് ഇവിടെ കിടന്ന് സംസാരിക്കുന്നത്? ശബ്ദിച്ചു പോകില്ലേ ഒരാൾ പോലും. ഞാൻ ഒരു തവണ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. മാക്സിമം പറ്റി അത് ശ്രദ്ധിച്ചോണം. അക്കാഡമി ഓഫ് ഡിമോണിക് ആർട്സിൽ നിങ്ങൾ 6 സ്റ്റേജിലായിരിക്കും ട്രെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതും 4 വർഷത്തോളമായിട്ട്. ഓരോ സ്റ്റേജിലും ഓരോ തരത്തിലുള്ള എക്സാമിനേഷൻ ഉണ്ട്. ആ ഒരു എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഓരോ എക്സാമിനേഷനും ഒരൊറ്റ ട്രൈ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒരൊറ്റ ട്രയോ? അപ്പം നമ്മൾ തോറ്റു കഴിഞ്ഞാൽ? അപ്പോൾ തന്നെ പലർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. അതെ, ഒരാളെങ്കിലും എവിടെയെങ്കിലും വെച്ച് തോറ്റു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അക്കാഡമിയിൽ നിന്ന് റിമൂവ് ആക്കുന്നതായിരിക്കും. ഈ സമയത്താണ് ഒരുത്തൻ കൈവക്കിട്ട് ചോദിച്ചത്, എനിക്കൊരു ചോദ്യമുണ്ട്. അവനാട്ടെ ആ ഒരു 6 ആക്ടിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു. അതിനാരെങ്കിലും നിനക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം തന്നോ? ഇത് കേട്ടപ്പോൾ അവന് ദേഷ്യം വരികയും ചെയ്തു. താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ അക്കാഡമിയിലേക്ക് കാലെടുത്ത് വെച്ച അടുത്ത നിമിഷം തൊട്ട് തന്നെ നിങ്ങളൊരു പെട്രിയച്ചിന്റെ കുടുംബമാണെന്നുള്ള എല്ലാ പ്രിവിലേജസും നിങ്ങൾക്ക് പോയിട്ടുണ്ട്. അതെന്തായാലും 6 ആക്ടിലുള്ള എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനിയും നിനക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് തന്നെ ഞാൻ ഡിസ്ക്വാളിഫൈ ആക്കുന്നതായിരിക്കും. ഈ സമയത്ത് ബാക്കിയുള്ളവർ അവനെ നോക്കുന്ന ചിരിക്കുകയും ചെയ്യും. അപ്പോൾ അവൻ പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കൂ, എൻ്റെ തെറ്റാണത്. ഒന്നുമില്ലെങ്കിലും എനിക്കറിയാം നീയൊക്കെ എന്താണ് ചോദിക്കാനായിട്ട് പോകുന്നത്. നീയൊക്കെ ചോദിക്കാൻ പോകുന്നത് ആ ഒരൊറ്റ ട്രൈയിൽ എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലെന്നല്ലേ? അതെ, ഒരൊറ്റ ട്രൈ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ ഓരോ തവണ നിങ്ങൾ പാസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് 3 സ്പെഷ്യലുള്ള റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ഡിമോണിക്കുള്ള ഡ്രാഗൺ മാർബിൾ ആയിരിക്കും. ഡിമോണിക്കുള്ള ഡ്രാഗൺ മാർബിളോ? അല്ല, ഞാനതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ശരിയാണ്, അതൊരു മിറാക്കിളുള്ള മെഡിസിൻ അല്ലേ? അത് യൂസ് ചെയ്തുകൊണ്ട് 20 years ഓഫ് ട്രെയിനിങ്ങിൻ്റെ ആ ഒരു ഇന്റർണൽ ടെക്നിക്കാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. നീ ഒന്ന് ആലോചിച്ചൊക്കെ, അതെല്ലാം കൂടെ കഴിച്ച് പിന്നെ അത് മര്യാദക്ക് ട്രെയിനിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 120 വർഷത്തെ ആ ഒരു ടെക്നിക്ക് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. 120 വർഷത്തോ? അതത്ര എളുപ്പമില്ലെന്ന് നിനക്കറിയാമല്ലോ. സോ 6 സ്റ്റേജസ് ഉണ്ട്. എൻ്റെ ഇന്റർണൽ ടെക്നിക്സ് ഒന്നും തന്നെ ഞാനിത് അവയ്ക്കൻ ചെയ്തിട്ടില്ല. പക്ഷേ എങ്ങനെ പോയാലും ഇതൊക്കെ പാസ്സായേ പറ്റത്തുള്ളൂ. സോ രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ആക്സസ് ആണ്. ആക്സസ് എന്ന് പറഞ്ഞത് മറ്റെങ്ങുമല്ല, ഇവിടെയുള്ള ലൈബ്രറിയിലേക്കാണ്. ഈ ലൈബ്രറി ഇരിക്കുന്നത് 5 ഫ്ലോർസ് ആയിട്ടാണ്. നിങ്ങൾ ഓരോ സ്റ്റേജ് കഴിയാൻ നേരത്ത് ഓരോ ഫ്ലോർ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് തരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. കാര്യം അവിടെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെയുണ്ട്. ഈവൻ 6 സെറ്റ്സിൻ്റെയും അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന റോയൽ ബോഡി ഗാർഡ്സിൻ്റെ ആർട്സ് വരെ അതിനകത്തുണ്ട്. അതിനർത്ഥം എനിക്കതെല്ലാം പഠിക്കാൻ പറ്റുമെന്നാണോ? അപ്പം നമുക്ക് മാസ്റ്റേഴ്സ് ആകാൻ സാധിക്കുമല്ലോ. മാനുവൽസ്. സോ എങ്ങനെ പോലും ഞാൻ സർവേ ചെയ്ത് അതിനുള്ള ആക്സസ് കിട്ടണം. മാനുവലിൻ്റെ സഹായത്തോടു കൂടി അതെല്ലാം എനിക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഞാനൊരു വാക്ക് തരുവാണ്, നിങ്ങളിൽ ഒരുത്തം പോലും 5th ഫ്ലോർ ഒന്ന് കണ്ണുകൊണ്ട് പോലും കാണത്തില്ലെന്ന്. ഈ സമയത്ത് സിയോപ്പോ പറയും ചെയ്യും, അല്ലെങ്കിൽ ഇവൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്. എല്ലാവരെയും എക്സൈറ്റഡ് ആക്കിയിട്ട് എല്ലാം കൂടെ ഓരോ സമയത്ത് താഴ്ത്തിട്ട് പൊട്ടിക്കുകയും ചെയ്യും. കോബോ ഫാമിൻ്റെ ഈ ഒരു സ്വഭാവം ശരിക്കും അനോയിങ് ആണ്. എന്തായാലും ഇനി നിങ്ങളുടെ അവസാനത്തെ റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാൻഡായുള്ള സ്റ്റാറ്റസ് കിട്ടുകയും അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള പൊസിഷൻ കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്രയും വലിയൊരു പൊസിഷൻ ആയിരിക്കും. സോ അങ്ങനെ പറ. അതുകൊണ്ടാണ് ഈവൻ ഞങ്ങൾ പ്രൈസ്ഡ് ഉള്ള കാൻഡിഡേറ്റ്സ് പോലും ബാക്കിയുള്ളവരുടെ ഒപ്പം തന്നെ നിൽക്കുന്നത്, ബാക്കിയുള്ള എല്ലാവരുടെയും സെയിം ലെവലിൽ തന്നെ നിൽക്കുന്നത്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം മുതൽ ഇതെന്തായാലും ഒരു പോയിന്റ് ഓഫ് സർവൈവലാണ്, ഫിറ്റ്നസിൻ്റെ സർവൈവൽ. നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ഓരോരോ സ്റ്റാറ്റസ് ആണ് കിട്ടാൻ പോകുന്നത്. ആദ്യത്തത് ഫസ്റ്റ് റാങ്ക് ലോവർ വാരിയർ ആയിരിക്കും, സെക്കൻഡ് മിഡിൽ വാരിയർ ആയിരിക്കും, തേർഡ് റാങ്ക് എന്ന് പറയുന്നത് ഹയർ വാരിയർ ആയിരിക്കും, ഫോർത്ത് റാങ്ക് എന്ന് പറയുന്നത് സെൻട്രി ആയിരിക്കും, ഫിഫ്ത്ത് എന്ന് പറയുന്നത് വാർഡൻ ആയിരിക്കും, ആൻഡ് ലാസ്റ്റ്ലി
അതെന്തായാലും നിങ്ങൾ അറിയണമെന്നില്ല. കാര്യം നിങ്ങൾ ആരും എന്തായാലും അവിടെ എത്താനും പോകുന്നില്ല. നിങ്ങൾ കൂടിപ്പോയാൽ എല്ലാവരും 3rd റാങ്ക് വരെ എത്തും. ബാക്കിയുള്ളത് എന്തായാലും നിങ്ങൾ എത്താൻ പോകുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. അറ്റ്ലീസ്റ്റ് റെഗുലർ വാരിയേഴ്സ് എന്തായാലും അവിടെ വരെ എത്താനും പോകുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പറയാൻ സാധിക്കത്തില്ല. അവരെന്തായാലും വല്ല കഴിവ് കാണിച്ചു കഴിഞ്ഞാൽ മുന്നിലേക്ക് പോകാൻ പറ്റും. ഇത് കേൾക്കാൻ നേരത്ത് സിയോ പറയും ചെയ്യും. പക്ഷേ എങ്കിലും അത് പ്രിറ്റി മച്ച് ഇമ്പോസിബിൾ തന്നെയാണ്. 6 സെറ്റിലായിരിക്കും അവരുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 100 വർഷം നോക്കിയാൽ തന്നെ വിരലിലെണ്ണാവുന്ന 2-3 പേർ മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്, ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളതും. സോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അക്കാഡമി നിങ്ങളെ അക്നോളജ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരേ ലെവലിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത് സെയിം ഉള്ള ഒരു പോയിന്റിൽ തന്നെയാണ്, സെയിം ഉള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിങ്ങൾ തന്നെ ഇവിടെ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം മുന്നിലേക്ക് പോകാനായിട്ട്. ഇതൊക്കെ നേരത്ത് നമ്മുടെ ഈ ഊൺ പറയും ചെയ്യും. നേരത്തെ എൻ്റെ ആകെപ്പാടുള്ള ഫോക്കസ് എന്ന് പറഞ്ഞത് ജീവനോടെ ഇരിക്കണം എന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇതെന്തായാലും അത്ര എളുപ്പമായിരിക്കത്തില്ല. ഇപ്പോൾ ബാക്കിയുള്ളവരെ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ എനിക്കിവിടെ സർവൈവെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും പറഞ്ഞതൊക്കെ മതി, നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. സോ എന്തായാലും എക്സാമിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഇവിടെ വെച്ച് തന്നെ നടക്കാൻ പോകുവാണ്. ഇവിടുന്ന് പാസ്സാകുന്ന ആൾക്ക് നിങ്ങളുടേതായ ഡോംസും അതേപോലെ ഗ്രൂപ്പ്സും അസൈൻ ചെയ്യുന്നതായിരിക്കും. ഇത് കേട്ടപ്പോൾ അവൻ ശരിക്കും ഒന്ന് ഞെട്ടിത്തെറിച്ചു പോയി. അവൻ മാത്രമല്ല, അവിടെ ഗ്യാദർ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അല്ല, നമ്മൾ ഇവിടെ വെച്ച് എടുക്കാൻ പോകുന്നു, അതിനർത്ഥം ഇവിടെ വെച്ച് ആരെങ്കിലും തോറ്റു കഴിഞ്ഞാൽ മിണ്ടി പോകരുത്. അത് തന്നെയല്ല ഒരു തവണ എല്ലാവരോടും പറഞ്ഞത്, ഇവിടെ ആരെങ്കിലും തോറ്റു കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിക്കണം. നിങ്ങൾ ആരും ഒരു ലോവർ വാരിയർ ടൈലിനെ വേർത്തിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബേസിക് ഉള്ള എബിലിറ്റീസ് മാത്രമാണ്. ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ ഇന്റേണൽ പവേഴ്സ് നിങ്ങൾക്ക് ഹാർനസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ ഇത് പാസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ പ്രിപ്പയർ ആയിട്ടിരുന്നോ. ആ സമയത്താണ് ഈ ഓൺ ശരിക്കും ഞെട്ടിയത്. കോപ്പ്, ഇതെന്തായാലും എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഞാനിത് എന്ത് ചെയ്യും? സോ ഇതുകൊണ്ടായിരിക്കണം ആ ബാക്കിയുള്ള 6 സെറ്റ്സിലെ ലേഡീസ് എല്ലാം കൂടെ വാച്ച് ചെയ്തുകൊണ്ട് എന്നെക്കൊണ്ട് ഇന്റൽ പവേഴ്സ് ഒന്ന് പഠിപ്പിക്കുന്നത്. ഇവർക്ക് എന്തായാലും നന്നായിട്ട് തന്നെ അറിയാം ഈ ഒരു എക്സാമിനേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്കൊരു ടോപ്പ് ബോട്ടം ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പകൽ വെളിച്ചത്തിൽ ഇട്ടുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും എന്നെ വെട്ടിക്കൊല്ലാൻ സാധിക്കും. പക്ഷേ നടക്കത്തില്ലെന്ന് പറയാൻ നേരത്തെ ഒരുത്തനാട്ടെ അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. നിനക്കെന്തായാലും അധികം നാൾ ആയുസൊന്നുമില്ല, ഈ സിസ്റ്റം നിന്നെ എന്തായാലും വിഴുങ്ങുന്നതായിരിക്കും. പെട്ടെന്നാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. കുറച്ചധികം പേര് അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലാട്ടെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു. അവൾ പതുക്കെ മുകളിലേക്ക് കയറി. ഈ സമയത്ത് തന്നെ നമ്മുടെ ഹോങ് പറയുകയും ചെയ്യും, നിങ്ങൾ ആദ്യത്തെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ദേ ഇവളായിരിക്കും. ഇവളുടെ പേര് മാഡം സിയു ഹാങ് എന്നാണ്. പുള്ളിക്കാരി മ്യൂസിഷ്യൻ സെക്റ്റിലെ ഒരു ഹെഡാണ്. അതേപോലെ തന്നെ ഡിമോണിക് വാരിയർ കൾട്ടിലെ ഒരു 5th എൽഡർ കൂടിയാണ്. എക്സാമിനേഷൻ വളരെ സിമ്പിൾ ആയിരിക്കും. ബ്രീഫ് ഉള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഒരു ലോവർ വാരിയറായിട്ട് പോലും നിങ്ങളെ കൂട്ടാൻ പറ്റത്തില്ല. എടാ, അവൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് മ്യൂസീഷ്യൻസിന്റെ ഹെഡ് അല്ലേ? ഞാൻ കേട്ടിട്ടുള്ളത് പുള്ളിക്കാരി ഒരിക്കലും പബ്ലിക് അപ്പിയറൻസ് ഒന്നും നടത്തത്തില്ലെന്നാണല്ലോ. ഇപ്പോൾ ഹോൾനെസ് വന്നുകൊണ്ടാണോ അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എല്ലാവരും അവളുടെ കാതുകൾ പൊത്തുന്നുണ്ട്. മാഡം ഹാങ് എന്തായാലും അവളുടെ മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് എത്ര നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾ ലക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും, ഇന്റർണൽ എനർജീസും ബാക്കിയുള്ള കുഴപ്പമൊന്നും ഇല്ലാതെ. കോപ്പ്, ഞാൻ എങ്ങനെ ഇത് എൻഡ്യൂർ ചെയ്യുന്നു? എനിക്കൊരു കോപ്പ് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ എന്തായാലും 1 മിനിറ്റ് മാത്രം എന്റെ പാട്ടുകൾ പിടിച്ചു നിർത്തിയാൽ മാത്രം മതി. ഇന്റർണൽ പവേഴ്സ് ഉള്ളവർക്ക് ഇത് വലിയ പ്രശ്നം കാണത്തില്ല. അതേപോലെ തന്നെ മാഡത്തിന്റെ പാട്ട് കേൾക്കുന്ന ഏതെങ്കിലും നിമിഷത്തിൽ ആരെങ്കിലും തലകറങ്ങി താഴെ വീണ് കഴിഞ്ഞാൽ അവരെല്ലാവരും ഇവിടുന്ന് എക്സ്പെൽ ആകുന്നതായിരിക്കും. സോ തുടങ്ങിക്കോളാൻ പറയാൻ നേരത്തെ തന്നെ ആളട്ടെ അടുത്ത സെക്കൻഡ് തന്നെ അത് തുടങ്ങുന്നുണ്ട്. എല്ലാവരും ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. എല്ലാവരും തലയിലേക്ക് ആണി അടിച്ച് തെറച്ച് കയറിയ പോലെയായിരുന്നു ആ ഒരു വേദന ഉണ്ടായിരുന്നത്. പലരും ആ സമയത്ത് തന്നെ നിലത്തേക്ക് വീണിരുന്നു. എൻ്റെ ചെസ്റ്റ്, എൻ്റെ കാത്, ആർക്കും തന്നെ അതത്ര പെട്ടെന്ന് വിസ്റ്റൻ ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ ആദ്യത്തെ റോയും മിഡിൽ റോയും എല്ലാവരും താഴേക്ക് വീഴുന്നുണ്ട്. ഇവർക്കൊന്നും അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. പക്ഷേ 6 സെറ്റ്സിലുള്ളവരെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ അതെല്ലാം എൻഡ്യൂർ ചെയ്യുന്നുണ്ട്. ഇതെന്തായാലും കുറച്ച് സ്ട്രെങ്തിയാണ്. പക്ഷേ കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ അവരുടെ പതുക്കെ അതിൻ്റെ പവർ കൂട്ടുകയും ചെയ്യും. ഞങ്ങൾ 6 സെറ്റ്സിലുള്ള എല്ലാവരും തന്നെ കുട്ടികളായിരുന്നപ്പോൾ തന്നെ മെഡിസിൻസ് ഒക്കെ എടുക്കാറുണ്ടായിരുന്നു ഇന്റർണൽ പവേഴ്സിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇതെന്തായാലും വലിയ കുഴപ്പം കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവളുടെ പതുക്കെ അതിനെ തീവ്രത കൂട്ടി വന്നു. അല്ല, ഇതെന്താണ് ഇങ്ങനെ? അതിനെ തീവ്രത കൂടുവാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും അതൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. മാഡം ഹാങ് എന്തിനാണ് ഇത്രയും ഫാസ്റ്റല്ലേ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. ആ ടൈമിൽ തന്നെ അതിൻ്റെ ഗാഢത കൂടി വന്നു. ഈ സമയത്ത് അവൾ പറയും ചെയ്യും, എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ മാത്രമെന്നാണ് താഴെ വീഴാത്തതെന്ന് പറയാൻ നേരത്ത് അത് നമ്മുടെ യുങ്ങായിരുന്നു. പുള്ളിക്കാരൻ ഒരു കോസിലില്ലാതെ അവിടെ നിൽക്കുമായിരുന്നു. അല്ല, ഇതെന്താണ് ഈ സംഭവിക്കുന്നത്?
ഓൾമോസ്റ്റ് പകുതി മുക്കാൽ പേരും താഴത്തേക്ക് വീണിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ. ഈവൻ എനിക്ക് ഇന്റർണൽ ഇഞ്ചുറീസ് പോലും കിട്ടുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഇത്ര ഓക്കെ ആയിട്ടിരിക്കുന്നത്? ഹാംഫുൾ ഉള്ള ഹൈയും ലോയും ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേർഡ്സ് ഞങ്ങൾക്ക് അതിനകത്ത് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചു മാസ്റ്റർ. സോ തൽക്കാലത്തേക്ക് ബോഡി ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാനായിട്ട് പെട്ടെന്നായിരുന്നു ഒരു എമർജൻസി ഡിഫൻസ് സിസ്റ്റം ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്തത്. ഞാനോ അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അതിൻ്റെ അകത്ത് വരുന്ന സൗണ്ടൊന്നും എനിക്ക് കേൾക്കാൻ സാധിക്കത്തില്ലെന്നാണ്. സിംപ്ലി പറഞ്ഞാൽ അത് തന്നെയാണെന്ന് പറയണം. താങ്കളുടെ സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഓരോ പാർട്സിനെ ഞാൻ ടെമ്പറലി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. അല്ല, അപ്പോൾ എനിക്ക് നിന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഞാൻ സംസാരിക്കുകയല്ലോ, ഞാൻ താങ്കളുടെ തലയിലേക്ക് ഡയറക്ട്ലി ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുവാണ്. കോബ് ചില സമയങ്ങളിൽ ഒട്ടും തന്നെ എനിക്ക് നിന്നെ മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു നോട്ടം അവൻ ശ്രദ്ധിച്ചത്. ഞാനോ നിനക്ക് എങ്ങനെ ആ ഒരു പവർഫുൾ ഈവിൽ ഗേസിൽ നിന്ന് എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? താങ്കളുടെ കാഴ്ച വേണമെങ്കിൽ എനിക്ക് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. വേണ്ട വേണ്ട വേണ്ട. മാഡം എന്തായാലും ശരിക്കും കംപ്ലീറ്റ്ലി ഇംപേഷ്യൻ്റ് ആയിട്ടുണ്ട് പെർഫോമൻസ് നോക്കിയിട്ട്. ആദ്യത്തെ വെച്ച് നോക്കാത്ത ഇപ്പോൾ സൗണ്ട് എഫക്ട്സ് ഒക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. ഈവൻ ഒരു 20 വർഷത്തെ ഇന്റൽ പവേഴ്സ് ഉള്ള എല്ലാവരും തന്നെ നന്നായിട്ട് എന്നെ കഷ്ടപ്പെടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതെല്ലാം അവൻ കാരണമാണെന്നാണ്. പക്ഷേ ഞാൻ കേട്ടത് അവന് ഇന്റൽ പവേഴ്സ് ഒന്നും ഇല്ലെന്നാണല്ലോ. പക്ഷേ അത് തെറ്റാണെന്ന് തോന്നുന്നു. അവൻ എന്തായാലും QA അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് അവനിപ്പോൾ കാമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ഔട്ട്പുട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ എൻ്റെ അക്കാഡമി ഡെപ്യൂട്ടി ആയിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഔട്ട്കം ഞാൻ കാണുന്നത്. അവൻ എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സമയത്ത് തന്നെ അവിടെ ഉള്ളവർ പറയും, എടാ നിന്റെ കാതൊക്കെ ബ്ലീഡ് ചെയ്യുന്നു. എൻ്റെ മാത്രമല്ല നിന്റെ കാതൊന്നായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. മാഡം എന്തിനാണ് ഇത്ര ഹാർഡായിട്ട് പ്ലേ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. പുള്ളിക്കാരുടെ ഫേസും ബാക്കിയുള്ള വെച്ച് നോക്കിയിട്ട് ശരിക്കും ദേഷ്യമാണ്. പക്ഷെ ആരുടെ നേരെ അല്ല, പുറകിൽ നിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ തിരിച്ചു നോക്കിയപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. ഈ സമയത്ത് തന്നെ 6 സെറ്റ്സിലുള്ള ബാക്കി എല്ലാവരും പറയുന്നുണ്ട്, അല്ല ഇവൻ ആരാണ് നോക്കുന്നത്? മാഡം അങ്ങോട്ട് തന്നെയാണല്ലോ നോക്കുന്നത്. എന്തായാലും ആ സ്ട്രേ ആയിരിക്കത്തില്ല. അവൻ എന്തായാലും ഇതിനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ വേറെ ആരാന്നും പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരേപോലെ അവരെല്ലാവരും ഞെട്ടിയത്. കാര്യം അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ഈവനായിരുന്നു. പുള്ളിക്കാരന് ഒരു പ്രശ്നമില്ലാതെ ഒരു കൂസലും ഇല്ലാതെ അവിടെ നിൽക്കുമായിരുന്നു. ഈ നായ എങ്ങനെയാണ് ഒരു പ്രശ്നമില്ലാതെ അവിടെ നിൽക്കുന്നത്? അവൻ്റെ ഫേസ് കണ്ടിട്ട് ചെറിയൊരു മാറ്റം പോലും ഇല്ല. അല്ല, ഇത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അവന് ഇന്റർണൽ പവേഴ്സ് ഉണ്ടോ? അതും ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.